അടൂർ പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ ക്രിസ്ത്യൻ പുരോഹിതർ പ്രവേശിച്ചത് ആചാരലംഘനമല്ലെന്ന് ഹൈക്കോടതി. നടപടി ആവശ്യപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതി തള്ളി. തന്ത്രിയുടെ അനുമതിയോടെയുള്ള പ്രവേശനം ആചാരലംഘനമല്ലെന്നാണ് കോടതി ഉത്തരവ്. ഓർത്തഡോക്സ് സഭ കടമ്പനാട് ഭദ്രസനാധിപൻ ഡോക്ടർ സഖറിയാസ് മാർ അപ്രേമമാണ് ശോഭായാത്ര ഉദ്ഘാടനം ചെയ്യുന്നതിനായി ക്ഷേത്രത്തിൽ എത്തിയത്. പ്രവീൺ പുരുഷോത്തമനുണ്ട്. പ്രവീൺ പുരുഷോത്തമൻ, ഹൈക്കോടതിയുടെ നിലപാട് വളരെ സ്വാഗതാർഹമാണ്. വർഗീയതയുടെ തുരുമ്പ് കണ്ടെത്താൻ നടക്കുന്ന മനുഷ്യരുടെ മുഖത്തേറ്റ അടിയാണ് യഥാർത്ഥത്തിലുള്ള ഈ കോടതി ഉത്തരവ്. നമ്മളതിനെ പിന്തുണയ്ക്കുക തന്നെ വേണം. ആരാണ് ഈ പരാതി കൊടുത്തത് പ്രവീൺ? അരുൺ, ഈയൊരു പത്തനംതിട്ട ജില്ലയിലെ അടൂർ പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ ക്രിസ്ത്യൻ പുരോഹിതർ അവിടെ എത്തുകയും അത് ആചാര ലംഘനമാണ് എന്നും കാണിച്ചുകൊണ്ട് ഒരു ഹർജി ഹൈക്കോടതിയിൽ സമർപ്പിക്കപ്പെട്ടിരുന്നു. ഈ ഒരു ഹർജിന്മേലാണ് നിർണായകമായിട്ടുള്ള ഒരു വിധി ഹൈക്കോടതി പുറപ്പെടുവിച്ചിട്ടുള്ളത്. അതിൽ കൃത്യമായും ഹൈക്കോടതി പറയുന്നത് അങ്ങനെ ക്രിസ്ത്യൻ പുരോഹിതർ ഒരു ക്ഷേത്രത്തിൽ പ്രവേശിച്ചത് ആചാര ലംഘനമാണെന്ന് പറയാൻ കഴിയില്ല. ഈ ഒരു ഹർജി തള്ളിക്കൊണ്ടാണ് ഹൈക്കോടതിയുടെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഓർത്തഡോക്സ് സഭ കടമ്പനാട് ഭദ്രാസനാധിപൻ ഡോക്ടർ സഖറിയാസ് മാർ അപ്രേമാണ് അന്ന് ആ ഒരു ക്ഷേത്രത്തിൽ, അടൂർ പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ എത്തിയത്. അദ്ദേഹത്തിന് ആ ക്ഷേത്രത്തിൽ വരണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെ ക്ഷേത്രത്തിലെ ഭാരവാഹികളെ അദ്ദേഹം അക്കാര്യം അറിയിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ ക്ഷേത്ര ഉപദേശക സമിതി ക്ഷണിച്ചത് പ്രകാരമാണ് ആ ക്രൈസ്തവ പുരോഹിതരടങ്ങുന്ന ഒരു സംഘം അവിടേക്ക് എത്തിയത്. അത് സംബന്ധിച്ചാണ് ഹൈക്കോടതിയിൽ ഒരു പരാതി പോയത്. ആ പരാതിയിൽ കൃത്യമായി പറഞ്ഞിരിക്കുന്നത് ആചാര ലംഘനം നടന്നു എന്നുള്ളതായിരുന്നു. അതിന്മേൽ കൃത്യമായിട്ടുള്ള ചില നിർദ്ദേശങ്ങൾ കൂടി ഹൈക്കോടതി പറയും. അയ്യപ്പന്റെ സ്വർണ്ണം അടിച്ചുകൊണ്ട് പോകുന്ന പോറ്റിയും അതിന് കൂട്ടു നിൽക്കുന്ന തന്ത്രിയും. അവിടെയാണ് വേറൊരു ക്ഷേത്രത്തിൽ മറ്റൊരു ദൈവത്തിന്റെ പുരോഹിതൻ വരുന്നത് വലിയ ആചാര ലംഘനമാണെന്ന് പറയുന്നത്. അദ്ദേഹം ഒരു പുരോഹിതനല്ലേ? ഒന്നുമല്ലെങ്കിലും മറ്റൊരു ദൈവത്തെ ആരാധിക്കുന്നയാളല്ലേ? അങ്ങനെ എത്രയോ പുരോഹിതന്മാർ ഒരുമിച്ച് ചേരുമ്പോഴല്ലേ ഈ നാടൊക്കെ നന്നാവത്തുള്ളൂ. ആ അർത്ഥത്തിൽ അതിനെയൊക്കെയാണ് ആചാര ലംഘനം എന്ന് പറഞ്ഞ് അതിനകത്തൊരു വർഗീയതയുടെ എന്തെങ്കിലും ഒരു കുത്തിത്തിരിപ്പുണ്ടാക്കാൻ നോക്കിയതാണ്. എന്തായാലും കോടതി കണക്കിന് കൊടുത്തു. അതിനകത്ത് ഒരു ആചാര ലംഘനവും ഇല്ല എന്ന് പറഞ്ഞു. ആ കോടതി ഉത്തരവ് യഥാർത്ഥത്തിൽ മതേതരത്വം പുലരുന്ന, മതസഹിഷ്ണുത പുലരുന്ന നമ്മുടെ നാട്ടിൽ വയ്ക്കാവുന്ന ഒരു അലങ്കാരം കൂടിയാണ്. അങ്ങനെയൊക്കെ ആളുകൾ വരണം. എന്താചാര ലംഘനം, പ്രിയപ്പെട്ട പ്രേക്ഷകരെ?